Hello guys, welcome back to our YouTube channel. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സമയം ഏകദേശം എത്രയായി? 7:45. ഞങ്ങൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നേക്ക് ഒരു 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരാളെല്ലാവരും ഫാമിലി ആയിട്ടാണ് വരുന്നത്. കുറെ ദിവസമായി, കുറെ നാളായി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നു. കുറെ തവണ ഇങ്ങോട്ട് വരാൻ നോക്കി, കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നടന്നില്ല. പക്ഷെ അങ്ങനെ ഫൈനലി ഞങ്ങൾ എന്നും അവരുടെ വീട്ടിൽ പോകുമ്പോ അവർക്ക് ഭയങ്കര പരാതിയാണ് സ്പെഷ്യൽ ഗസ്റ്റിന്. വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, അവരെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ഭയങ്കര പരാതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഇതായിട്ട് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ വന്നിട്ട് കാണാം. അതന്നെ, അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പൊ സ്പെഷ്യൽ ഗസ്റ്റ് ആരെന്നൊക്കെ ഞങ്ങള് വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നമ്മള് കാത്തിരുന്ന നമ്മുടെ ഗസ്റ്റ് എത്തിയിരിക്കുന്നു. ഇരുട്ടത്തെ ആള് വരുന്നത്. ഗായ്സ്, ആള് വന്ന വീട് വഴി മാറിപ്പോയിരുന്നു. ഗായ്സ്, നമ്മുടെ ഗസ്റ്റ് എത്തിയിരിക്കുന്നു. വീടില്ല. ഗൈസ്, അങ്ങനെ അവരെത്തി. ഗൈസ്, ഇതാ വരുന്നു. എനിക്ക് ഞാൻ തളർന്ന് വലിയ കൂട്ടിക്കെടുത്തിട്ട് ഇതാ വരുന്നു. കമോൺ ഗൈസ്, കമോൺ. പീറ്റർബറോ അല്ലത് ഇപ്സ്വിച്ചാ, മാറിപ്പോയി. വി ആർ ഫ്രം പീറ്റർബറോ. എന്താടാ, ഇതൊന്നല്ല ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഇതൊന്നല്ല ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഇതിനെ വിളിക്കുന്നു. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ഇത് അൺലോഡിങ് സാധനങ്ങൾ. ഇത് നമുക്കുള്ള സാധനങ്ങളാണ് ഗൈസ്. എവിടെ പുള്ളി ഇതാ വരുന്നു. ഓരോരുത്തർ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഗൈസ്. പൂമാലൊക്കെ കൊണ്ടുവന്നു. അത് തന്നെ, ഒരു ഹായ് പറ. പേര് ഇതൊക്കെ എന്ത് പറ. ഇപ്സ്വിച്ച് മല്ലുവിന് വേണ്ടി പീറ്റർ ബോറോയിൽ നിന്നും പേര് പറ. അജയൻ പാലക്കുഴി. ബാക്കി ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ച പരിചയപ്പെടും. ബാക്കിയുള്ളവർ പരിചയപ്പെടുത്താ. അതെ, ഇത് എന്റെ സ്വന്തം ഭാര്യ, ഒരേ ഒരു ഭാര്യ, ടെസ്സി ജോസഫിന മാത്യു. ഓക്കെ, ദിസ് മൈ ഫസ്റ്റ് ഒരേ ഒരു മൂത്ത മകൻ. പേര് മാറുവേൻ. നമ്മുടെ കുട്ടൂസ് എന്ന് വിളിക്കുന്ന ഒരേ ഒരു കുഞ്ഞിൻ. അൺലോഡിങ് കഴിഞ്ഞിരിക്കുന്നു. കസേരയുടെ കളറും ടീഷർട്ടും എല്ലാം ഒരേ കളറല്ലേ? വെള്ളാപ്പള്ളി താനാസിനാ തോന്നുന്നുണ്ട്. വയറ് മാത്രം കാണുന്നു. കളറ് വെള്ളാപ്പള്ളി. അത്രക്കൊക്കെ പോണോ? കഷ്ടപ്പെട്ട് അവര് ഞങ്ങൾക്ക് എവിടുന്ന കൊണ്ടുവന്ന ഇതൊക്കെ പീറ്റർ ബോറോന്ന് ഇപ്സ്വിച്ച് വരെ അവര് കഷ്ടപ്പെട്ട് എത്തിച്ച സാധനങ്ങളാണ്. മേടിച്ചെത്തിച്ച സാധനങ്ങളാണ് ഇവിടെ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. തേങ്ങ, വഴുതനങ്ങ, നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്താനമ്മേ. അതെ, അങ്ങനെയല്ല. മുരിങ്ങയില ഫ്രിഡ്ജ് വെച്ചു. മല്ലിച്ചപ്പ്, പിന്നെ അടുത്തതായിട്ട് ആടുണ്ടോ? പിന്നെ തേങ്ങ ചിരകിയതുണ്ട്, ചിരകാത്ത തേങ്ങയുണ്ട്. എല്ലാ മാസം ഞങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങളായിട്ട് ഇങ്ങനെ എത്തുന്നതായിരിക്കും. എവിടെയാണ് നീ കയറി നിൽക്കുന്നത്? ഇത് കൊണ്ടുവന്നെന്താ വെച്ചാൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചട്ടി. അതന്നെ. അടുത്തത്, അടുത്ത അൺബോക്സിംഗ്. അടുത്തത്, ഇത് ഞങ്ങൾക്ക് സ്നാക്സ് ആണെന്ന് തോന്നുന്നു. ഇത് മുഴുവൻ സ്നാക്സ് ആണ്. പപ്പ സ്നാക്സ്. അതായത് എന്താ കൊഴലപ്പം, കൊഴലപ്പം ഉണ്ട്, മുറുക്കുണ്ട്,
ചിപ്സ്, കുക്കീസ്. കുട്ടൻസിലേക്ക് ഇഷ്ടമായതല്ല ആ ഇത് അമ്മയ്ക്ക്, ഇത് അമ്മയ്ക്ക്. ചെമ്മീൻ പൊടിയോ? അത് അമ്മയ്ക്ക്. അതെങ്ങനെയാ സ്നാക്സിന്റെ കൂട്ടത്തിൽ പെട്ടെ? അതന്നെ പപ്പ പപ്പടെ ഉണ്ട അരിപ്പൊടി. ഇതാ ഉണ്ട അരിപ്പൊടി. ഇത് നമുക്ക് സ്നാക്സ് അല്ല, അരിപ്പൊടി നമുക്ക് സ്നാക്സ് അല്ല. ഇതുണ്ടോ? ഇത് നമുക്ക് സ്നാക്സ് അല്ല, സ്നാക്സ് അല്ല. എന്റെ ജെസ്സിന്റെ അജയൻ ഞങ്ങൾ എന്ത് പറയുന്നു എന്റെ റാപ്പിനെ പറ്റി? എന്താണ് അഭിപ്രായം എന്റെ റാപ്പിനെ പറ്റി? രണ്ടാമത്തെ റാപ്പല്ലേ? അല്ല, ഞാൻ ഓരോന്നെടുത്ത് ഇവർക്ക് കൊടുക്കുകയാണ്. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേ. അല്ല, കഴിക്കാതെ സൂപ്പർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് കഴിച്ചു, ഞാനത് ഇവർക്ക് ഓരോന്ന് കൊടുത്ത് ടേസ്റ്റ് നോക്കി മടക്കിയിട്ട് കടിച്ചിട്ട് ഇവർക്ക് കൊടുത്തു. എന്നിട്ടോ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഭാവിയുണ്ട്, ഭാവിയുണ്ട്. താങ്ക് യു. എടാ അങ്ങനെയല്ലടാ അല്ലേ? അതാണ് അവർ കേക്കണ്ട, അവരെന്റെ റെസിപ്പി ചോദിച്ചിങ് വരും. ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം എല്ലാവർക്കും ഡിന്നറിന് ചെറിയ റാപ്പായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കുറച്ച് നേരം അല്ല, ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. ഇരുന്ന് സമയമൊക്കെ പോയത് അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ, ഇവരുമായിട്ട് തന്നെയുള്ള വീഡിയോ വീണ്ടും വരുന്നതാണ്. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.